ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ ഇസ്രായേൽ, ഹമാസ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇത് രണ്ടുമാണ് ഇപ്പം ലൈം ലൈറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇതിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലുണ്ട്. നമ്മൾ 2-3 ദിവസമായിട്ട് ആ വാർത്തകൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്നലെ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാന് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ നിലവിൽ ഉടനെ ഉണ്ടായതല്ല. ഈ താലിബാനികളെ ശരിക്കും പാകിസ്ഥാൻ തന്നെയാണ് തീറ്റിപ്പോറ്റി വളർത്തിയത്. ഇവര് രണ്ടായി പിരിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒസാമ ചാട്ടനല്ലേ. ഒസാമ ചാട്ടനെ അമേരിക്ക വന്ന് വെടിവെച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. അതിന് പാകിസ്ഥാൻ ഒറ്റുകൊടുത്തു എന്നുള്ളതിന്റെ പേരിലാണ് പ്രധാനപ്പെട്ട വൈരാഗ്യം ഇവർ രണ്ടുപേരും തമ്മിൽ കുറെ കാലങ്ങൾക്ക് ശേഷം തുടങ്ങുന്നത്. അതിനു മുമ്പ് ഇവര് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ഈ പാകിസ്ഥാൻ ശരിക്കും ഈ ബോർഡർ ഇഷ്യൂ ഉണ്ട് ഇവർ തമ്മിലുള്ള ബോർഡർ ഇഷ്യൂവിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാനിവിടെ മാപ്പ് വെക്കുന്നുണ്ട്. ആ മാപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ കൂടെ പോകുന്ന ഒരു ലൈൻ, ആ ഒരു ലൈൻ ഡുറാൻഡ് ലൈൻ എന്നാണ് ഈ ലൈനിനെ വിളിക്കുന്നത്. നമ്മുടെ എളുപ്പത്തിന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ദുരന്തം ലൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ദുരന്തം ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ദുരന്തമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പം ഈ ഡുറാൻഡ് ലൈന് ശരിക്കും അന്ന് ഒരു കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് അഫ്ഗാനിസ്ഥാൻ, അപ്പൊ ഇത് പാകിസ്ഥാൻ, ഇവിടെ ഒരു വ്യാപാര മേഖല, ട്രേഡിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് അന്ന് ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ദുരന്തം ലൈൻ ഇങ്ങനെ വരച്ചതാണ്. ഡുറാൻഡ് ലൈൻ ഇത് വരച്ചതാണ്. ഇങ്ങനെ അത് ജസ്റ്റ് പെൻസിൽ വെച്ച് ഒരു വര അങ്ങ് വരച്ചതാണ്. എങ്ങനെയാണോ ഇപ്പുറത്ത് മക്മോഹൻ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ വരച്ചത്, അതുപോലെ ഇവിടെ ചൈന ഇന്ത്യ ബോർഡറിൽ ഇതുപോലൊരു ലൈൻ വരച്ചതാണ്. അതാണ് ഇപ്പോഴും തീരാത്ത പ്രശ്നമായിട്ട് കിടക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചതാണ്. അപ്പൊ ഇത് ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന സമയത്ത് ഇതിനെ ആക്ച്വലി വലിയ തർക്കമൊന്നുമില്ലായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം വരെ വന്ന് അവിടെ ട്രേഡ് നടത്തുമായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒരു ഫോർമാലിറ്റി ആയിരുന്നു. കാരണം ഒരുപാട് അഫ്ഗാൻ വംശജരായിട്ടുള്ള ആൾക്കാർ ഈ ലൈനിന്റെ ഇപ്പുറം ഉണ്ട്. അപ്പൊ അന്ന് ഇതൊന്നും വിലയിരുത്താനും അല്ലാതെ ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ലാൻഡിന്റെ നേച്ചർ അനുസരിച്ച് എവിടം വരെയാണ് ഈ അഫ്ഗാനിസ്ഥാൻ വംശജരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നത്, അഥവാ ഈ ഒരു പഷ്തൂണികൾ താമസിക്കുന്നത്, ഇതൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണ് ബ്രിട്ടീഷ് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് പോയത്. അപ്പൊ അതിന്റെ പ്രശ്നമാണ് ഇപ്പോഴും കിടന്ന് ഇങ്ങനെ എഴയുന്നത്. അതിന് കാരണമായി ഈ അഫ്ഗാനിസ്ഥാൻ വംശജരായിട്ടുള്ള ആൾക്കാരെ പാകിസ്ഥാൻ ഡീപ്പോർട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡീപ്പോർട്ടേഷൻ ചെയ്ത് പറഞ്ഞാൽ ഈ ബോർഡറിൽ, അതായത് ഇത്രയും കാലം വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ പിടിച്ചിട്ട് നിങ്ങൾ ഈ ഡുറാൻഡ് ലൈനിന് അപ്പുറത്ത് പോകണം, അതാണ് നിങ്ങളുടെ നാട് ഇതല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഇതുവരെ അവർ സമ്പാദിച്ച സ്വത്തും വീടും കംപ്ലീറ്റ് സ്ഥലങ്ങളും അവരുടെ കൃഷിഭൂമിയെല്ലാം വിട്ടിട്ട് ഇവര് ഡുറാൻഡ് ലൈനിന്റെ അപ്പുറത്ത് പോകേണ്ട ഒരു ഗതികേട്. ഈ ഗതികേട് അഫ്ഗാനിസ്ഥാനെ ചെറുതായിട്ടല്ല അലട്ടുന്നത്. അപ്പൊ അതില് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഈ പാകിസ്ഥാൻ ഇതേപോലെ ഈ ബോർഡർ ഏരിയയിൽ ഈ ഡുറാൻഡ് ലൈൻ എവിടം തൊട്ട് എവിടം വരെ ഉണ്ടെന്ന് നോക്കിക്കോളൂ. അപ്പൊ അതിൽ അത്രമാത്രം ആൾക്കാരെ പിടിച്ച് ഇവർ പുറത്താക്കുകയാണ്. അപ്പൊ ഇവിടെ എല്ലാം തന്നെ ഈ ഡുറാൻഡ് ലൈനിലെ പല ഏരിയകളിലും ഇവർ മിലിറ്ററി പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ. അപ്പൊ ഞാനിവിടെ ഒരു മാപ്പ് വയ്ക്കുന്നുണ്ട്. ആ മാപ്പിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പടക്കം പൊട്ടുന്ന, ദീപാവലി പടക്കം പൊട്ടുന്ന കണക്ക് ഇവിടെ കുറച്ച് സിമ്പിൾസ് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെയൊക്കെയാണ് ആക്രമണങ്ങൾ നടന്ന സ്ഥലമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങൾ ഈ ബോർഡർ മേഖലയിലുള്ള മിലിറ്ററി പോസ്റ്റുകൾക്ക് നേരെയാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടത്. അഫ്ഗാനിസ്ഥാൻ ഈ ബോർഡർ മേഖലയിലുള്ള ചെക്ക് പോസ്റ്റുകളിലേക്ക് ആക്രമണം നടത്താനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഈ സ്ഥലങ്ങൾ വേണം. അതിൽ 3 വില്ലേജസ് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതായിട്ടും പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് അഫ്ഗാനിസ്ഥാൻ അങ്ങനെ പിടിച്ചെടുത്തു എന്ന് പറയുന്നെങ്കിലും പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ അവരെ ശക്തമായി റിറ്റാലിയേറ്റ് ചെയ്തു, അവർ ഞങ്ങളെ പേടിച്ചിട്ട് അവർ ഓടി എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാൻ എപ്പോഴും അങ്ങനെയാണ്, രാത്രി അവരുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ടാവും. നേരം വെളുത്തുടനെ അവർ ഞങ്ങൾക്ക് വിജയം, സക്സസ്, ഞങ്ങളാണ് വിജയിച്ചത് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരാണ് പാകിസ്ഥാൻ. രാത്രി മൊത്തം കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് പാകിസ്ഥാന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്വിറ്റർ പോസ്റ്റ്, അതായത് എക്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ സൂക്ഷിച്ചിരുന്നോണം, ഞങ്ങൾ വളരെ ശക്തമായിട്ട് നിങ്ങളെ തിരിച്ചടിക്കും, അത് ഞങ്ങളോട് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയെ എങ്ങനെയാണോ തിരിച്ചടിച്ച് അവർക്ക് എന്താണോ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അതേപോലെ നിങ്ങൾക്കും ഞങ്ങൾ പഠിപ്പിച്ചു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യ എങ്ങനെയാണോ തോറ്റു ഓടിയത് അതേപോലെ നിങ്ങളും തോറ്റു ഓടും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നിയത് ഇന്ത്യയെടുത്ത് എങ്ങനെയാണോ ഞങ്ങൾ രാജ്യം കാല് പിടിച്ച് മിലിറ്ററി ഹെഡിനെ കൊണ്ട് വിളിച്ച് സംസാരിപ്പിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാല് പിടിച്ച് നിർത്തിയിട്ട് നേരം വെളുത്തപ്പോഴത്തേക്കും മലക്കം പറഞ്ഞിട്ട് ഞങ്ങൾ വിജയിച്ചു അങ്ങനെ അസീം മുനീറിന്റെ ഫുൾ സൈസ് ഫോട്ടോ, അസീം മുനീറിന്റെ ഹാഫ് സൈസ് ഫോട്ടോ, ക്ലോസപ്പ്, മിഡ് ഷോട്ട് ഒക്കെ എടുത്തു വെച്ച് വിജയാഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ വിജയിച്ചു എന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷഹബാസ് ഷെരീഫ് വരെ UN പോയിട്ട് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ രാത്രി കാലുപിടുത്തം, നേരം എടുത്തു കഴിഞ്ഞാൽ വിജയാഘോഷം. ഇതാണ് പാകിസ്ഥാന്റെ ശൈലി. അപ്പൊ ഇതേപോലെ ഞങ്ങളും നിങ്ങളുടെ അടുത്തും അഫ്ഗാനിസ്ഥാന്റെ അടുത്തും രാത്രി കാലുപിടിക്കുക, പകലിൽ വിജയാഘോഷം നടത്തുക. ഈ ഒരു ശൈലി ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുമെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്.
അഫ്ഗാനിസ്ഥാന്റെ സൈഡിലാണെങ്കിൽ അവർ എന്ത് ചെയ്താലും ഉടനെ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്ത് ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് പ്ലാറ്റ്ഫോമിൽ ഇട്ട് അങ്ങ് നാറ്റിക്കുകയാണ് പാകിസ്ഥാൻ ആർമിയെ. ഇനി അഫ്ഗാനിസ്ഥാൻ ഇവരെ തിരിച്ചടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ കാബൂളിൽ നടത്തിയ ആക്രമണം, കാബൂളിൽ ഒരു 6 സ്പോട്ടുകളിൽ അവിടെ തെഹ്രീക്ക് താലിബാനികളുടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ ആക്രമിക്കാൻ എന്നുള്ള പേരിലാണ് ഇവർ പോയി ആക്രമണം നടത്തിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇവർ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയി മാർക്കറ്റ് ഏരിയയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ കാബൂളിൽ മാർക്കറ്റ് ഏരിയയിൽ വലിയ 2-3 മാർക്കറ്റ് ഏരിയകളിൽ ഇവർ ടാർഗറ്റ് ചെയ്ത് ആ വ്യാപാരം, ആ കമോഡിറ്റി ഏരിയ ടാർഗറ്റ് ചെയ്ത് ഇവർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇത് അഫ്ഗാനിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ 6 സ്ഥലം സ്പോട്ട് ചെയ്ത് ടാർഗറ്റ് ആയിട്ട് പ്രിസൈസ് അറ്റാക്ക് നടത്തി, ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു, ഫൈൻ, ഞങ്ങൾ നഷ്ടമൊന്നും ഉണ്ടായില്ല. ഇവർ അന്വേഷിച്ചു പോയ വ്യക്തി പിന്നീട് കണ്ണാടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് അവർ തന്നെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജീവനോട് ഇരിപ്പുണ്ട്, അതുകൊണ്ട് തെഹ്രീക്ക് താലിബാനികളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ ഇന്ന് തിരിച്ചടിച്ചിരിക്കുന്നത്. തിരിച്ചടിക്കുമ്പോഴത്തേക്കും എവിടേക്കാണെന്ന് പറഞ്ഞാൽ 2-3 കീ ഏരിയാസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡുറാൻഡ് ലൈൻ പോകുന്ന ആ ഭാഗത്ത് ഇരിക്കുന്ന മിലിറ്ററി പോസ്റ്റുകളിൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ക്യാപ്ചർ ചെയ്തതായിട്ട് പറയപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനർ എന്ന് പറഞ്ഞൊരു ഏരിയ, കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ, പക്കിറ്റ 1, പക്കിറ്റ 2, പിന്നെ ഹെൽമണ്ട്, ഇത്രയും ഏരിയ പൂർണ്ണമായിട്ടും അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഈ സ്ഥലം പിടിച്ചെടുക്കുന്നത് പറഞ്ഞാല്, എവിടെ നിന്നാണോ ഞങ്ങളുടെ ജനങ്ങളെ, അതായത് ഞങ്ങളുടെ സ്ഥലമാണ്, അത് ലൈനിന്റെ അപ്പുറത്ത്, ഈ ഡുറാൻഡ് ലൈൻ എന്ന് പറഞ്ഞത് ഒരു സായിപ്പ് വരച്ച ലൈനാണ്, അതിന്റെ അപ്പുറത്ത് ഞങ്ങളുടെ രാജ്യത്തിന് അവകാശപ്പെട്ട സ്ഥലമാണ്, അത് ബ്രിട്ടീഷുകാരുടെ അടുത്ത് സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വൃത്തിയായിട്ട് വരച്ചിട്ട് പാകിസ്ഥാൻ ഈ ലാൻഡ് എടുക്കണമായിരുന്നു. അപ്പൊ ഈ ലാൻഡ് പാകിസ്ഥാൻ ഇല്ലീഗലി 1947 മുതൽ ഒക്കുപൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് അഫ്ഗാനിസ്ഥാന്റെ വാദം. അപ്പൊ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏത് സ്ഥലത്തു നിന്നാണോ ഞങ്ങളുടെ ജനങ്ങളെ നീ ഇറക്കി വിട്ടത് അതേ സ്ഥലം ഞാൻ തിരിച്ചു പിടിച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ ബോർഡറിലേക്ക് നീ ഡീപ്പോർട്ടേഷൻ നടത്തിക്കൊണ്ട് വെച്ചിരിക്കുന്ന ഈ ജനങ്ങളെ മൊത്തം ഞാൻ വീണ്ടും അവിടെ പുനരധിവസിപ്പിക്കും. ഇത് വ്യക്തമായ തീരുമാനമാണ്. ഇന്ത്യ ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യ ചെയ്തത് യുദ്ധം നിർത്തിയതാണ്. ആ മിസ്റ്റേക്ക് അഫ്ഗാനിസ്ഥാൻ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാല് പിടിച്ച് കരഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കും. എന്നിട്ട് നേരെ വെളുത്തുടനെ ഇവര് ഞങ്ങളാണ് വിജയികൾ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കും. ഇത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ്. അതിനൊരു അവസരം ഒരുക്കി കൊടുക്കരുത് അഫ്ഗാനിസ്ഥാൻ. അപ്പൊ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനെ ഈ രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് പറയാനുള്ളത്, നീ പോയി ഒരു മുട്ട് വെച്ചു കൊടുക്കും. ഇന്ത്യ അത് ചെയ്യുന്നില്ല. അതിന് തെളിവുണ്ടെങ്കിൽ നീ എടുത്ത് പുറത്തിടുക. ഇന്ത്യ ഡിഫൻസ് മാനുഫാക്ചറിങ് ചെയ്യുന്നതും അത് വിൽക്കുന്നതും അത് കമേഴ്ഷ്യലി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതുമായിട്ടുള്ള രാജ്യമാണ്. ഏതാണ്? ഡിഫൻസ് പ്രോഡക്റ്റുകൾ. ഇന്ത്യ എടുത്ത് ഡിഫൻസ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരും, ആയുധങ്ങൾ വാങ്ങും, പോകും, അടിക്കും. അതിനിപ്പം അർമേനിയയ്ക്ക് നമ്മൾ ആയുധം കൊടുക്കുന്നു, ഫിലിപ്പൈൻസ് നമ്മൾ ആയുധം കൊടുക്കുന്നു, നമ്മൾ മറ്റു പല രാജ്യങ്ങൾക്ക് നമ്മൾ ആയുധം കൊടുക്കുന്നു, ഇസ്രായേലിന് നമ്മൾ പല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇന്ത്യ ആയുധം കൊടുക്കുന്നു എന്നുള്ള കോമഡി ഒന്നും ഇവിടെ പറയേണ്ട. ഇന്ത്യ ആയുധം കൊടുക്കാൻ തന്നെയാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. നിനക്ക് കെൽപ്പുണ്ടെങ്കിൽ നീ അടിച്ച് ജയിച്ചോ. ഇപ്പൊ ഈ ബോർഡർ ഏരിയയിൽ 15 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരവധി പേരെ കാണാനില്ല. പിന്നെ കുറെ പേരെ ഇവർ ബന്ദിയാക്കി പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഈ പിടിച്ചെടുത്ത വില്ലേജുകളിൽ താലിബാനികൾ, അതായത് അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ ഈ ബോർഡറിന്റെ ഇപ്പുറത്ത് കടന്നു വന്ന് ഈ ബോർഡറിന്റെ ഇപ്പുറത്ത് വേലിയൊക്കെ പൊളിച്ച് ഇങ്ങോട്ട് ചാടി വന്ന് രാത്രി ഇവിടെ ഡാൻസ് കളിക്കുന്ന രംഗമാണ് പല വീഡിയോകളായിട്ട് ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ ലാൻഡ് എന്ന് അവകാശപ്പെടുന്ന ആ സ്ഥലത്ത് അഫ്ഗാനിസ്ഥാൻ അവരുടേതാണെന്ന് പറയുന്ന ഈ ഡുറാൻഡ് ലൈനിന്റെ ഇപ്പുറത്തുള്ള ഭാഗം, പാകിസ്ഥാന്റെ ഭാഗം, ആ ഭാഗത്ത് നിന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ആരാണ് വിജയിച്ചത്, ആരാണ് ഓടിയെന്നുള്ളത്. ഇപ്പൊ തുടർച്ചയായിട്ട് 2-3 ദിവസങ്ങളായിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഒരു ട്രെയിനിങ് ക്യാമ്പ്, മിലിറ്ററി ട്രെയിനിങ് ക്യാമ്പ് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പോലീസ് സ്റ്റേഷനിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് നടത്തുകയാണ്. ഇനി ഈ തെഹ്രീക്ക് താലിബാനികൾ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഒരു ടീമുണ്ട്. ആ ടീമിനെയും സപ്പോർട്ട് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനികളാണ്. അപ്പൊ അവര് ഇനി സെപ്പറേറ്റ് ആയിട്ട് തിരിഞ്ഞിട്ട് ഖൈബർ പക്തൂൺവ മേഖലയിൽ നിന്ന് ഈ പാകിസ്ഥാന്റെ മിലിറ്ററിയെ അറ്റാക്ക് ചെയ്യും. മറ്റൊരു സൈഡിൽ BLA ഉണ്ട്, ബലൂചിസ്ഥാൻ. ഇതൊക്കെ ആക്രമിക്കുമ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് ഇറങ്ങും. ഇതാണ് സംഭവം. പാകിസ്ഥാൻ ഇപ്പൊ ഇതിനകത്ത് ഒരു $1 ബില്യൺ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ മേളിൽ ആക്രമണം നടത്തി, സൗദി അറേബ്യ വരുമോ? ഇതാണ് ചോദ്യം. അപ്പൊ ഇതിന് സൗദി അറേബ്യ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗദി അറേബ്യ അത്ര വലിയ മിലിറ്ററി പവർ ഉള്ള ഒരു രാജ്യമൊന്നുമല്ല. സൗദി അറേബ്യ വന്നാലും വന്നില്ലെങ്കിലും അഫ്ഗാനിസ്ഥാനെ അത് ബാധിക്കുന്ന വിഷയമല്ല. രണ്ടാമത്തെ കാര്യം, അമേരിക്കൻ ട്രൂപ്പ് തന്നെ അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ട് വർഷങ്ങൾ എടുത്തു. അവിടെ 20 വർഷത്തോളം അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്തിട്ട് പിന്നെ അത് വിട്ടൊഴിഞ്ഞ് പോയതാണ്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ബഹ്റാം ബേസ് വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ. ഇതിനകത്ത് സൗദിക്ക് എന്ത് റോളാണ്? നീ സൗദിയിലെ MBS ഇല്ലല്ല, റീജിയണൽ കോൺഫ്ലിക്റ്റുകളിൽ നമ്മൾ ഇടപെടില്ല എന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമായിരിക്കാം. ഇനിയിപ്പം ഇവര് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് ഈ മുല്ല ഉമർ എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു. ആ തീവ്രവാദിയുടെ മകനായിട്ടുള്ള മുല്ല യാക്കൂബ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ മുല്ല യാക്കൂബാണ് പാകിസ്ഥാന്റെ മിലിറ്ററി ബേസുകൾ ഏതൊക്കെ ലൊക്കേഷൻ, എവിടെയൊക്കെ പോകണം, ഇതിൽ കൂടെയൊക്കെ കയറി ചാടി പോയി കഴിഞ്ഞാൽ കൃത്യമായി ടാർഗറ്റ് അച്ചീവ് ചെയ്യാം എന്നുള്ള ഫുൾ പ്രൂഫ് ഐഡിയ മാപ്പ് സഹിതം കൊടുത്തത് ഈ മുല്ല യാക്കൂബ് എന്നുള്ള വ്യക്തിയാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം.
അപ്പോൾ പാകിസ്ഥാൻ പിന്നെ ഇന്ത്യ ഒരു സൈഡിൽ ആരോപിക്കുന്നുണ്ട്, ഇപ്പൊ മുല്ല യാക്കൂബിനെ ആരോപിക്കുന്നുണ്ട്. ഇപ്പൊ ഈ മുല്ല യാക്കൂബ് ഇന്ത്യക്കാരനാണോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ജസ്റ്റ് അവർ പേരെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഒരു പർപ്പസ്ഫുള്ളി അവർ പേരെടുത്ത് ഉപയോഗിക്കുകയാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ കണ്ടെത്തൽ മുല്ല യാക്കൂബാണ്. ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഇവർ കളക്ട് ചെയ്ത് അമേരിക്കയ്ക്ക് അയച്ചിട്ടുണ്ട്. അമേരിക്ക ഇനി ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇടപെടുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ ദുരന്തം തന്നെയാണ്. ഡുറാൻഡ് ലൈനിൽ പാകിസ്ഥാൻ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇനി കാരണം ഇപ്പം അമേരിക്ക ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും പാകിസ്ഥാനെ സഹായിക്കാൻ ശ്രമിക്കും. കാരണം ഇന്ത്യ, ചൈന, റഷ്യ 3 പേരും ഇപ്പം അഫ്ഗാനിസ്ഥാന് നല്ല രീതിയിൽ ബാക്കപ്പ് കൊടുക്കുന്ന രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക കുറച്ച് ഇതിനകത്ത് ആലോചിച്ചും കണ്ട് മാത്രമേ ഇതിനകത്ത് ഇടപെടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇതിനു മുമ്പാണെങ്കിൽ ചൈന എന്തെങ്കിലുമൊക്കെ സഹായിക്കുമായിരുന്നു. 1 മാസത്തിന് മുമ്പാണ് ചൈനീസ് അംബാസിഡർ വാങ് യി അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ട് പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇഷാഖ് ദറിനെയും അതേപോലെ അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഇതേ അമീർ ഖാനെയും വിളിച്ച് രണ്ടുപേരെയും അപ്പുറത്തും ഇപ്പുറത്തും വലത്തും ഇടത്ത് നിർത്തി ഒരു ചർച്ചയൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയിട്ട് പോയതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഈ രീതിയിൽ ഒരു ക്ലാഷ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി ഇത് മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ പോവും. യെസ്, ഇത് മുന്നോട്ട് പോകും. ഇനി പാകിസ്ഥാൻ അവർ തിരിച്ചടിക്കും. ഇതെല്ലാം ഇപ്പൊ രാത്രിയുള്ള കളികളാണ്. ഇപ്പൊ പകലില് ആ സ്ഥലങ്ങളിലെല്ലാം പിൻ ഓഫ് സൈലന്റ് ആണ്. ഒരു മൊട്ടസൂചി വീണാൽ പോലും കേൾക്കാൻ പറ്റും. ആ രീതിയിൽ സൈലന്റ് ആണ്. ഒരു രീതിയിലുള്ള ക്ലാഷോ ഒന്നുമില്ല. ഈ സ്ഥലത്താണോ അറ്റാക്ക് നടന്നത് എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ ആ സ്ഥലങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് കിടക്കുകയാണ്. ഇനി രാത്രിയാണ് ഇവിടെ കളിക്കളം. ഇതിൽ ഏഷ്യൻ ജൈന്റ് ആയിട്ടുള്ള 3 രാജ്യങ്ങളുടെയും സപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ കരസ്ഥമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ റെയർ എർത്ത് എലമെന്റ്സ് ചൈന വേണമെങ്കിൽ എടുത്തു, റെയർ എർത്ത് എലമെന്റ്സ് ഇന്ത്യ വേണമെങ്കിൽ എടുത്തു, റെയർ എർത്ത് എലമെന്റ്സ് റഷ്യ വേണമെങ്കിൽ എടുത്തു, ആർക്ക് വേണമെങ്കിലും ഓഫർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം. ഇനി നമ്മൾ നേരെ ഈ ഇസ്രായേൽ ഹമാസ് ഈ ചർച്ചയൊക്കെ നടന്ന് ഫേസ് 1 ഡീൽ സൈൻ ചെയ്തിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫേസ് 1 ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തറിന്റെ അബ്ദുറഹ്മാൻ അൽത്താനി പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഈജിപ്തിലേക്ക്. പുള്ളിക്കാരൻ്റെ ഒപ്പം ഒരു 8-10 ഡിപ്ലോമാറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഖത്തറിൽ നിന്നും. അതിൽ ഒരു 4 ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് റോൾ ഡൗൺ ചെയ്യാണ്. എന്ത് അപകടമാണ് സംഭവിച്ചത്, ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെ റോൾ ഡൗൺ ചെയ്ത് അതിലുള്ള 3 പേര് കൊല്ലപ്പെട്ടു, ഒരാൾക്ക് ഗുരുതരമായ പരിക്ക്, അയാളും സീരിയസ് കണ്ടീഷനിലാണ്. ആ രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പൊ ഇത് ഖത്തർ ഇങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇത് വല്ല മൊസാദിന്റെ വല്ല കളിയാണോ എന്താണോ എന്നുള്ളത് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഖത്തർ മുന്നോട്ട് നീങ്ങുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റ്സ് അതേപോലെ പ്രൈം മിനിസ്റ്റർ ഇവരൊക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഇങ്ങനെ റോൾ ഡൗൺ ചെയ്യില്ല. ഇത്ര സ്കിഡായി അങ്ങനെ റോൾ ചെയ്യുന്ന വാഹനങ്ങളല്ല അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന്റെ പുറകിൽ എന്താണെന്നുള്ളത് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തർ എന്തുകൊണ്ടാണ് ഈ ഒരു ചർച്ച ഈജിപ്തിലേക്ക് മാറ്റി വെച്ചത്? ഖത്തറിന് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ വയ്യ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അറബ് കൺട്രീസ് എല്ലാം തന്നെ ഒരു ഭീതിയിലാണുള്ളത്. കാരണം ഏത് രാജ്യത്തിന് മേളിലും ഇസ്രായേൽ അറ്റാക്ക് നടത്തും. അതാണ് അവസ്ഥ. പിന്നെ നമ്മൾ നേരെ ഗാസയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഹമാസ് വീണ്ടും പഴയതുപോലെ, അതായത് ഇസ്രായേലിന്റെ ട്രൂപ്പ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് ആ യെല്ലോ ലൈനിന്റെ പുറകിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രീ ആക്കി കൊടുത്തിരിക്കുന്ന ആ ഒരു യെല്ലോ ലൈനിന്റെ ബോക്സ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഹമാസിന്റെ തട്ടകം. ഹമാസ് ആ ഫുൾ ഏരിയ അവരുടെ കൺട്രോൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ പഴയതിലും അധികം പുതിയ യൂണിഫോം ഒക്കെ തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി ഇപ്പോൾ തോക്കും പിടിച്ച് പഴയതുപോലെ ആ ടൊയോട്ടയുടെ ആ ഒരു ട്രക്ക്, പിക്കപ്പ് ട്രക്ക്, ആ ട്രക്ക് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. പണ്ടത്തെ പാണ്ടിപ്പട സിനിമ ഓർമ്മയുണ്ടല്ലോ, ദിലീപിന്റെ കത്തിയും പിടിച്ചുകൊണ്ട് പോകുന്ന അതേ രംഗം തുടങ്ങിയിരിക്കുകയാണ്. കത്തിക്ക് പകരം ഇവിടെ തോക്ക് പിടിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള രംഗങ്ങൾ ഇപ്പം ഗാസയ്ക്കുള്ളിൽ മൊത്തത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ജനങ്ങളായിക്കോട്ടെ, കൊച്ചു കുട്ടികളായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഈ ട്രക്കിന്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ്, പിക്കപ്പ് ട്രക്കിന്റെ പുറകെ. ഇതുപോലത്തെ റാലികൾ തലങ്ങുവല, അതായത് ഇത്രയും നാളും ശ്വാസം മുട്ടിയിരുന്ന ഈ ഹമാസിന്റെ പ്രവർത്തകർ ഇപ്പോൾ ഒരു ശ്വാസം എടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഈ ആഘോഷങ്ങൾ പാടില്ല എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇസ്രായേൽ എന്തായാലും നാളെ ബന്ദിമോചനം നടക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ രീതിയിൽ സഞ്ചരിക്കുന്ന ഈ ഗാസയെ ഫുൾ ആൻഡ് ഫുൾ കൺട്രോൾ 2 ദിവസം കൊണ്ട് അവർ കൺട്രോൾ എടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നാളെ IDF അകത്തോട്ട് ഇറങ്ങുന്ന പറഞ്ഞാൽ ഇവന്മാരെല്ലാം തന്നെ ഇങ്ങനെ മാളത്തിനകത്ത് പോയി ഒളിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഈ സാഹചര്യത്തിൽ പഴയതുപോലെ ഇതേ മാതൃകയിൽ പൂർവാധികം ശക്തിയോടുകൂടി ഇവരിങ്ങനെ വാഹനങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു എങ്കിൽ ഇവർ ആയുധം ഡൗൺ ചെയ്ത് ഇവര് ഈ ഗാസ വിട്ടു പോവുകയോ അല്ലെങ്കിൽ ജനങ്ങളായിട്ട് ഇഴചേർന്ന് ജീവിക്കുകയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഫേസ് 1 തന്നെ ഇത് അവസാനിക്കും, 100% ഉറപ്പാണ്. അത് ഈ ഫുട്ടേജസ് ഇപ്പൊ ഇന്ന് രാവിലെ തൊട്ടേ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേലിന്റെ ഉള്ളിൽ ഓൾറെഡി ഇതിന് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതായത് ഇത് യെല്ലോ ലൈനിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന IDF ഒരിക്കലും ഇനി ഇസ്രായേലിന്റെ ഉള്ളിലേക്കല്ല വരാൻ പോകുന്നത്, അവർ നേരെ ഗാസയ്ക്കുള്ളിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ നാളെ രാവിലെ ബന്ദിമോചനം, അപ്പൊ അങ്ങനെ നാളെ ഇസ്രായേലിലേക്ക് വരുന്ന ട്രംപ് പിന്നീട് ഈജിപ്ഷ്യൻ റാലിയിൽ പങ്കെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നെതന്യാഹുവിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് ഈ ഗാസ ഫേസ് 1 ഡീൽ സാധ്യമാക്കി കൊടുത്ത
ഖത്താർ, ഈജിപ്ത്, തുർക്കി ഇതേപോലത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു ചെറിയ സമ്മേളനം അങ്ങനെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ആ ഒരു അഡ്രസ്സിന് ശരിക്കും ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നെതന്യാഹു പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈജിപ്തിലേക്ക് നെതന്യാഹു പോകുന്നില്ല. പക്ഷെ അതേസമയം ഇസ്രായേലിന്റെ ഉള്ളിൽ ബന്ദിമോചനം നടന്നാൽ മാത്രമാണ് ഈജിപ്തിലേക്കുള്ള പോക്കുണ്ടാവുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും മൺഡേ, ടുമോറോ ഒരു ക്രൂഷ്യൽ ഡേ ആണ്. അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണെയും ക്ഷണിച്ചിട്ടുണ്ട്. തയ്യബ് എർദോഗൻ തുർക്കിയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെടുകയാണ്. ഈ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അടിമയായിട്ട് മാറിയിരിക്കുന്ന എർദോഗൻ ഗാസയെ വിറ്റ് തൊലച്ചു എന്നുള്ള പേരൊക്കെ പുള്ളിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗാസ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ ഡെയിലി 2-3 സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലുമായിട്ട് നല്ല വ്യാപാര ബന്ധമുള്ള ഒരു രാജ്യമാണ് തുർക്കി. അതും കൂടി നമ്മൾ ഇവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇപ്പം ഇസ്രായേൽ വളരെ കീനായിട്ട് ഗാസയെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ തോക്ക് ഡ്രാമയും നാടകവും ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഹമാസ് സെലിബ്രേഷൻ മോഡിൽ തന്നെയായിരിക്കും ഈ ബന്ദികളെ മോചിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സെലിബ്രേഷനും ആഘോഷങ്ങളും പാടില്ല, അതും വിജയാഘോഷം പാടില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. എനിവേ, അപ്പൊ എന്തായാലും നാളെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.